പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ഓരോ മനുഷ്യ ശരീരവും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കേരളീയന്റെ മനസ്സും വേദനിച്ചല്ലോ. വയനാട്ടിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടി രാത്രിയുടെ യാമങ്ങളിലേക്ക് നിശബ്ദതയോടുകൂടി കടന്നുറങ്ങിയ സഹോദരങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, പിറ്റേ ദിവസം ഒരുപാട് പ്രതീക്ഷകളുമായി കടന്നുറങ്ങിയ സഹോദരങ്ങളാണല്ലോ. അല്ലാഹുവിന്റെ ഖളാ അവരുടെ തീരുമാനത്തിലേക്ക് വന്നല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉരുൾപൊട്ടൽ വന്നപ്പോഴേക്കും ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവ് ശാശ്വതമല്ല. ദുനിയാവിൽ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയത് ശാശ്വതമല്ല. എപ്പോഴും അല്ലാഹുവിലേക്ക് മടങ്ങുമെന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അല്ലാഹുവേ, വയനാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന കൂടപ്പിറപ്പുകളുടെ നഷ്ടത്താൽ ദുഃഖത്തിൽ കഴിയുന്ന സഹോദരങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. വീടുകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് അല്ലാ. അല്ലാഹുവേ, അവർക്ക് നീ അനുയോജ്യമായ ഭവനങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, ആ വയനാടിന്റെ ദുരന്തങ്ങളിൽ സഹായവുമായി വന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ പ്രതിഫലം നൽകണേ അല്ലാ.